ബേസിക്കലി നമ്മൾ പല്ലിന്റെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പല്ലിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടുകൂടി ഫേസിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുമാനമാവുന്നു, അല്ലെങ്കിൽ ചിരിക്കുന്നത് ഒരു കോൺഫിഡന്റ് ആവുന്ന ഒരു ഇതിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഫേസിന്റെ ടോട്ടാലിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പലരും സ്മൈൽ കറക്ഷൻ വേണം എന്ന് പറയുന്നത്. ഈ സ്മൈൽ കറക്ഷൻ വേണമെന്ന് ആൾക്കാർ ഉദ്ദേശിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അത് വരണമെന്നില്ല. എന്നാൽ ചില ട്രീറ്റ്മെന്റ്സ് ലൈക്ക് ഓർത്തഡോണ്ടിക്സ്, ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ സ്മൈൽ ഡിസൈൻ, സ്മൈൽ കറക്ഷൻ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റിക്കലായിട്ടെങ്കിലും നമുക്ക് ഒരു ഫേസിൽ ഒരു ഹാർമണി ഫീൽ ചെയ്യും. സോ ബേസിക്കലി ഇപ്പോൾ പല്ലിന്റെ കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയുള്ള ആളുകൾക്ക് പല്ല് കമ്പിയിട്ട് താത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻ ജനറൽ ഒരു സട്ടിൽ ഫീലിംഗ് വരാറുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു തള്ളി നിൽക്കുന്നതിൽ നിന്നും കുറച്ചും കൂടെ ഒരു സമാധാനമുള്ള ഒരു ഇതിലേക്ക് എത്താറുണ്ട്. അതുപോലെ തന്നെയാണ് സ്മൈൽ ഡിസൈനിങ്. സ്മൈൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു തെറിച്ച് നിൽക്കുന്ന ഒരു ഫീച്ചറായിട്ടാണ് പല്ല് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ബ്ലെൻഡ് ചെയ്ത് കുറച്ചും കൂടെ ഹാർമോണിയസ് ആയിട്ട് നമുക്ക് ആ ഫീച്ചേഴ്സിനെ കൊണ്ടുവരാൻ സ്മൈൽ കറക്ഷൻ കൊണ്ട് സാധിക്കും.